ഞാൻ പറയുന്നു കേട്ടോ. അൻപതി അൻപതി സരാജ്മൻ ഡോക്ടർ ഇല്ലേ? ഉണ്ട്. എന്ത് ഒന്നുമില്ല, ഒന്ന് തലതല്ലി വീണു അത്രേ ഉള്ളൂ. ഡോക്ടർ എവിടെ? ഡോക്ടർ അകത്തുണ്ട്. ഒക്കെ ഭംഗിയായി. ഇതിലും ഭംഗിയായി ഒരു വഴിപാട് ഇന്ന് ഇവരാരും ഭഗവാന് സമർപ്പിച്ചിട്ടുണ്ടാവില്ല. ആ പാവം കുട്ടി ആസ്പത്രിയിലുമായി. ഭഗവത് കാരണം കൊണ്ട് ശ്വാസം പോയില്ല. ഇപ്പൊ എല്ലാവർക്കും സന്തോഷമായല്ലോ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടെങ്കിലും യുവമാർക്ക് വല്ല തൊഴിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച എല്ലാരും കൂട്ടി തൊഴാൻ വന്നത്. അതിപ്പോ എനിക്കൊരു തൊഴിലാവുന്ന തോന്നണേ. ഷാരടി പറഞ്ഞ മഹാവേദനെ ഇനി വേറെ വല്ല സമയത്ത് വന്ന് കണ്ടോളാം. ഞങ്ങളൊന്ന് പോവാ. മൂർത്തിണ്ണി ഇപ്പൊ തന്നെ. അങ്ങനെ ആരും ഇവിടുന്ന് ഇപ്പൊ പോണില്ല. അച്ഛൻ എന്റെ അച്ഛൻ തന്നെയാണെങ്കിൽ തീരെയും പോണില്ല. ഞാൻ കാരണമാണ് തലയ്ക്ക് അടി കിട്ടി അവള് വീണത്. അവളെ പെരുവഴിയിലിട്ട് ഞാൻ എന്തായാലും ഇപ്പൊ നാട്ടിലേക്കില്ല. അവള് പെരുവഴിയിലാണോ ഇടവഴിയിലാണോ നീ എന്താ നോക്കണം? നോക്കണമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അച്ഛനറിയാലോ, അച്ഛന്റെ മോനൊരു ജോലി ഇല്ലാന്നേ ഉള്ളൂ. തൊഴിലില്ലാത്തവന് മനുഷ്യത്വം പാടില്ല എന്നൊന്നുമില്ലല്ലോ. മനുഷ്യ ജന്മം എടുത്താൽ അത്യാവശ്യം കൊണ്ട് ഇറക്കേണ്ട സകല വികാരങ്ങൾ ഇപ്പോഴും എനിക്കുണ്ട്. അതുകൊണ്ടാ പറയുന്നത്, എത്ര കൊലക്കൊമ്പനായാലും ശരി, ഒരിക്കലും എന്റെ മുമ്പിൽ ഈ ബാലേന്ദ്രൻ അങ്ങനെ തോറ്റു കൊടുക്കൂല. തോറ്റു കൊടുക്കണോ? വേണ്ട. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ആ ചെകുത്താന്റെ മുമ്പിൽ എന്റെ മോൻ ഒരു ഇഞ്ച് തോറ്റു കൊടുക്കാൻ പാടില്ല. ഓ, ചെറിയൊരു തല്ലുകൊണ്ടേ നീ എന്തിനാ പെണ്ണെ കിടന്ന് ഞെരിഞ്ഞു പിരിഞ്ഞ് കളിക്കുന്നത്? ആ ഡോക്ടർ തന്നെയാ പറഞ്ഞ ഇവക്കൊരു കുഴപ്പമില്ല, നാളെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഈ അവസ്ഥയിലോ? ഇതെന്തോന്ന അവസ്ഥ? ആ, ഇതാ നിന്റെ തലയുടെ ഫോട്ടോ. അകത്ത് ഒരു കുഴപ്പമില്ല. ഇതെടുത്തത് വെറുതെ ആയി. 75 രൂപ പോയി കിട്ടി. എക്സ്റേയിൽ കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ ആ 75 രൂപ നിങ്ങൾക്ക് ലാഭമായി എന്നാ വിചാരം? ഇങ്ങനെ കണ്ണിച്ചോറിയില്ല, സംസാരിക്കരുത്. അതേടി, എന്റെ കണ്ണി ചോര ഇത്തിരി കുറവാ. മേനോൻ ഇങ്ങനെ സംസാരിക്കാനേ പറ്റൂ. അവനോട് ചെന്ന് ശൃംഗരിക്കാൻ ഇവളോട് ആരെങ്കിലും പറഞ്ഞോ? എന്റെ മക്കളായതുകൊണ്ട് എക്സ്റേ കൊണ്ട് തീർന്നു. ഞാനായിരുന്നെങ്കിൽ ഇവിടെ കൊന്നേനെ. അവൻ ഇവിടെ തന്നെ ഉണ്ടെന്നാ എന്റെ മക്കള് പറഞ്ഞത്. നിനക്കവനെ ഒന്നുകൂടെ കാണണമെന്ന് തോന്നുന്നുണ്ടോ? അവൻ ഇതിനകത്ത് വന്നിട്ടുണ്ടോ? എവിടെ? അങ്ങോട്ട് പോയി, നിന്നെ കണ്ടില്ല. അവനിങ്ങോട്ട് വന്നോടി. നിന്റെ മറ്റവൻ അവനിങ്ങോട്ട് വന്നോന്നോ? ഇവിടെ ആരും വന്നില്ല. അമ്മ പേടിക്കണ്ട. ഞാൻ അംബുജാക്ഷൻ, ബാലന്റെ സുഹൃത്താ. വേഗം പൊയ്ക്കോ മോനെ, അവര് കാണണ്ട. കണ്ടാലും തന്നെ അവർ പിടിച്ചു വീഴുമോ? എന്താടാ ഇവിടെ കിടന്ന് ഇറങ്ങുന്നേ? പറയാനാളുണ്ടാവില്ല. പറഞ്ഞിട്ട് പോടാ. നീ നല്ല ചേട്ടന്മാരായതുകൊണ്ട് ഈ മുറിയിൽ തലക്കടി കിട്ടി കിടക്കുന്ന ഒരു പെൺകുച്ചില്ലേ, ആ പെൺകുച്ചും എന്റെ സുഹൃത്ത് ബാലേന്ദ്രൻ തമ്മിൽ മാനസികമായ ഒരു പ്രശ്നമുണ്ട്. അതൊന്ന് പറഞ്ഞുറപ്പിക്കാൻ വന്നതാണ്. അയ്യോ, അപ്പൊ ഞാൻ ഓടണ്ടേ? ഒരു കാർന്നോരം നിലയ്ക്ക് ഒരു കാര്യം പറഞ്ഞോ? ആർക്കോ എന്റെ പുറകെ ഭ്രാന്തന്മാര് വന്നിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലാവണില്ല. ആ ബാലചന്ദ്രന്റെ ചങ്ങാതിയാണെന്ന് പറഞ്ഞ ഒരാൾ വന്നു. അവന്റെ പുറകെ നിന്റെ ഏട്ടന്മാർ ഓടിയിട്ടുണ്ട്. വേണ്ട, കിടന്നോളൂ. ഞാനൊന്ന് കാണാൻ വന്നതാ. ആരെങ്കിലും വന്ന് ബഹളം വെക്കുന്നതിന് മുമ്പ് സ്ഥലം വിടണം.
നല്ല ബന്ധവത്തിലാണല്ലോ കിടപ്പ്. ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ ഗെറ്റപ്പ് ഉണ്ട്. അമ്മയ്ക്ക് മനസ്സിലായില്ലേ മിസ്റ്റർ ബാലചന്ദ്രൻ? ബാലചന്ദ്രൻ ഇവിടെ ഇവളുടെ അച്ഛനെങ്ങാനും അറിഞ്ഞ? ഹേയ്, ഒന്നും സംഭവിക്കില്ല. അവരെന്നെ ഒന്നും ചെയ്യില്ല, ഞാൻ അവരെ ഒന്നും ചെയ്യില്ല. പോരെ, അവരെ പോലെ അമ്മയ്ക്ക് എന്നെ ഒന്ന് തല്ലണമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ നിന്ന് തരാം. ഹലോ, എവിടെ പോണു? നിന്റെ അമ്മയെ കെട്ടിക്കാൻ. അച്ഛൻ വേഗമാ കെട്ടുമ്പോ എത്തണം. വേഗം ഓടി പിടിക്കണം. അരുന്ധതിയുടെ തല കാണാൻ നല്ല ഭംഗിയുണ്ട്. അടി കിട്ടി വീണപ്പോ ഞാനും വല്ലാണ്ട് പേടിച്ചിരുന്നു. ചെയ്തു പോയ തെറ്റിന് ഇവരോട് മാപ്പി ചോദിക്കുമ്പോഴാ ഏട്ടന്മാരെല്ലാം കൂടെ എന്റെ ദേഹത്ത് കൈവച്ചത്. അതിന് ശിക്ഷ കിട്ടിയത് പാവ അരുന്ധതിക്കും. ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. അത് കുട്ടിയുടെ ഏട്ടന്മാര് തന്നെയാണോ അതോ അമ്മയുടെ വയറ്റിൽ ജനിച്ച വല്ല രാക്ഷസന്മാരോ? ഏട്ടന്മാര് തന്നെയാണ്, പക്ഷേ ജനിച്ചത് മറ്റൊരു അമ്മയുടെ വയറ്റിലാണെന്ന് മാത്രം. എവിടെ കൂടെയൊക്കെയാണ് ഓടുന്നത്? ആര് ഓട്ടം വഴി തെങ്ങ് കേട്ടത്? അയ്യോ, ചാടല്ലേ ചാടല്ലേ, തോടാണ്, വീഴും. നമ്മളിങ്ങനെ ഓടിത്തൊട്ട് കളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ബാലേന്ദ്രൻ നിങ്ങളെ പെങ്ങളെ കൊണ്ട് പോയി കാണും. വേണമെങ്കിൽ വേഞ്ചല്ലേ, ഞാൻ പറഞ്ഞില്ല, ടയർഡായി. അയ്യോ വേഞ്ചല്ലേ. അപ്പോ വാടാ, തിരിച്ചു പോകാൻ വഴി അറിയോ? ഇനി മോൻ പോയിക്കോളൂ. വളരെ സന്തോഷായി. ഇനി ആരെങ്കിലും വന്നു കണ്ട് ഈ സന്തോഷം നശിപ്പിക്കണ്ട. വരുന്നവര് വരട്ടെ. അമ്മ എന്തിനാ പേടിക്കുന്നത്? നല്ല ധൈര്യം ഉണ്ടല്ലേ? ഉണ്ട്, നല്ല ധൈര്യമുണ്ട്. എന്ത് കാവലുണ്ടായാലും കണ്ടേ അടങ്ങുന്ന വാശിയായിരുന്നു. കണ്ടു. നല്ലവളായ രാജകുമാരിക്ക് കാവൽ നിൽക്കുന്ന രാക്ഷസന്മാരുടെ കഥകള് മുത്തശ്ശി ധാരാളം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒടുവിൽ പറക്കുന്ന കുതിരപ്പുറത്ത് വന്ന് രാജകുമാരിയെ രക്ഷിക്കുന്ന രാജകുമാരനായി അന്നൊക്കെ എന്നെ തന്നെയായിരുന്നു ഞാൻ സങ്കല്പിക്കാറ്. പക്ഷേ രാജകുമാരിക്ക് മാത്രം ഈ നിമിഷം വരെ ഒരു മുഖം ഉണ്ടായിരുന്നില്ല. അച്ഛനെയും കൂട്ടി ഞാൻ വന്ന് ചോദിച്ചാൽ അരുന്ധതിയെ എനിക്ക് തരൂ? തരുവോന്ന് ചോദിച്ചാ ഞാനിപ്പോ എന്താ പറയാ? അതൊന്നും ഞാനല്ലല്ലോ മോനെ. അമ്മയ്ക്ക് സമ്മതമാണോ? സമ്മതമാണ്, 100 വട്ടം സമ്മതമാണ്. പടി കടന്നു വന്ന് ഇവളെ തല്ലരുതെന്ന് പറയാണ്ട് തല്ലിടം കാണിച്ചില്ലേ? ഇവളെ വിശ്വസിച്ചേൽപ്പിക്കാൻ ഈ അമ്മയ്ക്ക് ആ തല്ലിടം മാത്രം മതി. എനിക്കൊരു നല്ല ജീവിതം പ്രാർത്ഥിച്ച് ഗുരുവായൂരപ്പന് സമർപ്പിക്കാൻ മുത്തശ്ശി തന്നതായി മോതിരം. ഈ മോതിരം സമർപ്പിക്കാൻ ഗുരുവായൂരപ്പൻ എനിക്ക് കാണിച്ചു തന്ന വിരലാണത്. ഞാനത് ഈ വിരലിൽ അണിയിച്ചോട്ടെ. ഒത്തിരി ഇഷ്ടം.
ഇപ്പോഴെങ്കിലും ഇത്തിരി ചങ്കുറ്റം കാണിച്ചല്ലോ. എനിക്ക് വളരെ സന്തോഷായി. അതിങ്ങനെ ഇത്ര പെട്ടെന്ന്? എന്ത് അത്ഭുതം അവിടെ ഗുരുവായൂർ നടന്നത്? സംഭവിച്ചു, ഒക്കെ സംഭവിച്ചു. അത്ര എനിക്കറിയൂ. ആരാ ഭാഗ്യം ചെയ്ത കുട്ടി? ഭാഗ്യം ചെയ്തിട്ടുണ്ടോന്നറിയില്ല. അരുന്ധതി എന്നാ പേര്. കഴിയുന്ന വേഗം ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നൂടെ? കാണാൻ കൊതിയാവണു. കൊണ്ടുവരണമെന്നുണ്ട്. എപ്പോ എങ്ങനെയെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. നീ പറഞ്ഞതുപോലെ ഒരു ചങ്കൂറ്റം. ആ ചങ്കൂറ്റം കാരണം